വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന മോഡൽ വോൾവോ ഐഷറിന്റെ സ്കൈലൈൻ പ്രോ 3011G എന്ന് പറഞ്ഞൊരു മോഡലാണ്. 3011G എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് കുറച്ച് വൈഡറായിട്ട് വരുന്ന ഒരു ആംഗിളിലായിട്ട് വരുന്നൊരു പ്രൊഡക്റ്റാണ്. നമുക്കിപ്പോൾ ഉള്ളിൽ ലെഗ് സ്പേസ് കാര്യങ്ങൾ കുറച്ച് അധികമായിട്ട് കിട്ടുന്ന ഒരു വാഹനം കൂടിയാണിത്. നമുക്കിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടേജ് പറയുകയാണെങ്കിൽ പ്രോ സീരീസിൽ വരുന്ന, അതായത് സ്കൈലൈൻ പ്രോ സീരീസിൽ വരുന്ന എല്ലാ വാഹനങ്ങൾക്കും ഈ ഒരു സെയിം ഫ്രണ്ടേജ് ആണ് വരുന്നത്. നമുക്ക് ഹെഡ്ലൈറ്റ് ഒരു വെറൈറ്റി ഒരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ഡിമും ബ്രൈറ്റും ഈ ഒരു ആംഗിൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഐഷറിൻ്റെ ഒരു ബാഡ്ജിങ്ങും ഒരു ഹണി കോമ്പ് ഗ്രില്ലും ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈപ്പർ ബ്ലേഡ് വരുന്നത് ഒരു ബട്ടർഫ്ലൈ ടൈപ്പാണ് വൈപ്പർ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ അവിടെ കൊമ്പ് എന്നൊക്കെയാണ് പറയുക, ഒരു കൊമ്പ് ടൈപ്പ് ഒരു മിററും കൂടെയാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വലതുവശത്തായിട്ട് നമുക്ക് നോർമൽ ഒരു മിററും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിന്റെ വീതി എന്ന് പറയുന്നത് 2590 mm ആണ് ഈ വാഹനത്തിന്റെ വീതി വരുന്നത്. നമുക്ക് ഇതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് 28 സീറ്റാണ് വരുന്നത്. 28 പ്ലസ് ഡ്രൈവറാണ് സീറ്റിംഗ് കപ്പാസിറ്റി. 28 സീറ്റ് നമുക്ക് വരുന്ന പുഷ് ബാഗിലാണ്. യൂനോ മിൻഡയുടെ സീറ്റുകളാണ് ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 28 സീറ്റ് നമുക്ക് പുറകിലുള്ള സീറ്റുകൾ പുഷ് ബാക്ക് ചെയ്യാൻ സാധിക്കില്ല. ബാക്കിയുള്ള എല്ലാ സീറ്റുകളും നമുക്ക് പുഷ് ബാക്ക് ചെയ്യാൻ സാധിക്കുന്ന ടൈപ്പ് സീറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ വാഹനത്തിന്റെ സൈഡ് വശം നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമുക്ക് എല്ലാ ടയറുകളും ട്യൂബ്ലെസ് ടയറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജാക്കി ടയറാണ് ടയറിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ സസ്പെൻഷൻ എല്ലാതും പാരബോളിക്കാണ്. 4 വീലും പാരബോളിക് സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു പോർഷനിൽ സ്പെയർ വീലിൻ്റെ ഒരു ഡിക്കാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ബാറ്ററി വരുന്നുണ്ട്. ഇടതുവശത്താണ് ബാറ്ററി വരുന്നത്. 12 വോൾട്ട് 130 AH ബാറ്ററിയാണ് ഈ വണ്ടിയിൽ വരുന്നത്. പുറകിലേക്ക് വരാണെങ്കിൽ പുറകിലും പാരബോളിക് സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും പുറകിലേക്ക് വരാണെങ്കിൽ ഈ ഒരു ഭാഗമാണ് സ്കൈലൈൻ പ്രോ എക്സിക്യൂട്ടീവ് എന്നാണ് ബാഡ്ജിങ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സ്കൈലൈൻ പ്രോ ആണ് സീരീസ് വരുന്നത്. വോൾവോ ഐഷർ 3011G സ്കൈലൈൻ പ്രോ എന്നാണ്. പക്ഷെ നോക്കുകയാണെങ്കിൽ ഐഷറിൻ്റെ ബാഡ്ജിങ്ങും സ്കൈലൈൻ പ്രോ എന്നുള്ള ബാഡ്ജിങ്ങും പുറകിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പുറകിലുള്ള ലൈറ്റുകൾ ഇൻഡിവിജ്വലായിട്ട് വരുന്നതാണ്. ഇത് സ്കൈലൈൻ സീരീസിൽ വരുന്ന എല്ലാ വാഹനങ്ങൾക്കും ഇതുപോലെ ഇൻഡിവിജ്വലായിട്ട് സീറ്റുകളാണ് വരുന്നത്. ഒപ്പം തന്നെ റിവേഴ്സ് സെൻസറും ഇതിൽ ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഐഷറിൻ്റെ എല്ലാ വാഹനങ്ങളിലും ഇൻബിൽഡ് ആയിട്ട് റിവേഴ്സ് സെൻസറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഡിക്കി ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഡിക്കിയുടെ ഉൾവശം ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഇതുപോലെയാണ് ഡിക്കി വരുന്നത്. ഈ ഒരു പോർഷനിൽ ഷാസി നിൽക്കുന്നുണ്ട് ഒരു താഴെ. അപ്പോൾ ആ ഭാഗത്ത് ലഗേജ് വേസ്റ്റ് ആവുന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയാണ് ഡിക്കി ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് എയർ ഫിൽറ്റർ കൊടുത്തിരിക്കുന്നത്. ഇത് എയർ ഫിൽറ്റർ എയർ ഇൻടേക്ക് ചെയ്യുന്നൊരു പോർഷനാണ് ഈ ഗ്രില്ലായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡീസൽ ടാങ്ക് വലതുവശത്താണ് വരുന്നത്. ഇതിൻ്റെ ഡീസൽ ടാങ്ക് നമുക്ക് ഓപ്പൺ ചെയ്യുന്ന ഭാഗം ഇതാണ്. നമുക്ക് 100 ലിറ്ററിൻ്റെ ടാങ്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. HDP ടാങ്ക് അല്ല, ഇരുമ്പിൻ്റെ മെറ്റീരിയലിനുള്ള ടാങ്കാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആഡ് ബ്ലൂ ടാങ്കും വലതുവശത്ത് തന്നെയാണ് പൊസിഷൻ വന്നിരിക്കുന്നത്. ഏറ്റവും പുറകിലായിട്ടാണ് ആഡ് ബ്ലൂവിൻ്റെ ടാങ്ക് വന്നിരിക്കുന്നത്. 27 ലിറ്ററാണ് ആഡ് ബ്ലൂവിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ആഡ് ബ്ലൂ ടാങ്ക് HDP മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് നോക്കാം. നമുക്ക് 28 സീറ്റ് ഇതുപോലെയാണ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് ഒരു സിംഗിൾ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാ സീറ്റും മാഗ്ന സീറ്റാണ്. യൂണോമിൻ്റെ മാഗ്നം എന്നുള്ള സീറ്റാണ് വന്നിരിക്കുന്നത്. ശേഷം ഒന്ന് ഇരുന്ന് കാണിച്ചു തരാം. നമുക്ക് ഇരുന്നിട്ട് രണ്ട് സൈഡിലും ആംറസ്റ്റ് വരുന്നുണ്ട്. കറക്റ്റായിട്ട് നമുക്ക് വിരിഞ്ഞിരിക്കാൻ പറ്റാവുന്ന ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ സീറ്റ് നമുക്ക് പുഷ് ബാക്ക് ചെയ്യണമെങ്കിൽ വലതുവശത്തായിട്ടാണ് ലിവർ സ്വിച്ചാണ്, ലിവറല്ല സ്വിച്ച് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ബാക്കിലേക്ക് ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പുഷ് ബാക്ക് ചെയ്യാവുന്ന ഒരു തരത്തിലുള്ള സീറ്റാണ്. റിലീസ് ചെയ്യാൻ ജസ്റ്റ് അത് അമർത്തി കഴിഞ്ഞാൽ സീറ്റ് റിലീസ് ആവുന്നതാണ്. ഇടതുവശത്തുള്ള സീറ്റ് നമുക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ബാക്കിലേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പുറകിലേക്ക് പോകും. അപ്പോൾ സീറ്റിന്റെ പുറകിലായിട്ട് ഒരു വാട്ടർ ബോട്ടിലിന്റെ ഹോൾഡറും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ റൂഫിൽ നോർമൽ LED ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 എസ്കേപ്പ് പാച്ചസ് വരുന്നുണ്ട്. പുറകിലായിട്ടും ഫ്രണ്ടിലും ബാക്കിലായിട്ട് 2 എസ്കേപ്പ് പാച്ചസ് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ പ്രോ 3011ന്റെ വിശേഷങ്ങൾ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് കാണിച്ച് സ്റ്റിയറിംഗ് കോളം വരുന്നത് ഇത് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ആയിട്ടാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
ഇവിടെ ലിവർ ഉണ്ട്. ഈ ലിവർ ഒന്ന് ജസ്റ്റ് മേലേക്ക് പുൾ ചെയ്യാം. നമുക്ക് സ്റ്റിയറിങ് അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനും ഒപ്പം ടിൽറ്റും ടെലിസ്കോപ്പ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഒരാളുടെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഒപ്പം ഇത് ചെയ്തതിനു ശേഷം ഇതൊന്ന് ലോക്ക് ചെയ്യാം. പിന്നെ ടോട്ടൽ 2 ലിവറാണ് വരുന്നത്. ഈ ഇടതുവശത്തുള്ള ലിവറിൽ നമുക്ക് എഞ്ചിൻ ബ്രേക്ക്, ഹസാർഡ് ലാമ്പ്, വൈപ്പറാണ് വരുന്നത്. ജസ്റ്റ് അടിയിലേക്ക് തട്ടാണെങ്കിൽ ഹസാർഡ് ലാമ്പ് വർക്ക് ചെയ്യും. പിന്നെ എഞ്ചിൻ ബ്രേക്ക് ഓൺ ചെയ്യണ അടിയിലേക്കാണ് ഓൺ ചെയ്യുക. നമുക്ക് ഹില്ലി ഏരിയയിലൊക്കെ ഇറങ്ങിയ സമയത്ത് എഞ്ചിൻ ബ്രേക്കോ ഓൺ ചെയ്തതാണെങ്കിൽ ബ്രേക്കിംഗ് ഒന്നുകൂടെ നമുക്ക് നല്ലതാണ്. ഇപ്പോൾ ഡ്രമ്മ് ചൂടാവുന്ന അങ്ങനത്തെ ഇഷ്യൂസൊക്കെ നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഇത് വൈപ്പർ മോട്ടറിൻ്റെ സ്വിച്ചാണ്. ഇത് ഞെക്കാണെങ്കിൽ വൈപ്പർ മോട്ടറിൽ വെള്ളം സ്പ്രേ ചെയ്യും. വിൻഷീൽഡിലേക്ക് വെള്ളം സ്പ്രേ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് തിരിക്കുകയാണെങ്കിൽ വൈപ്പർ വർക്ക് ചെയ്യും. പിന്നെ വലതുവശത്ത് നമുക്ക് ഇതിൽ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഐഷറിൻ്റെ 12 സീറ്റ് മുതൽ എല്ലാ വാഹനങ്ങളും 13.5 മീറ്റർ വരുന്ന എല്ലാ വാഹനങ്ങളിലും ക്രൂയിസ് കൺട്രോൾ ഐഷർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വലതുവശത്താണ് ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ച് വരുന്നത്. ഈ ലിവറിൻ്റെ എൻഡിൽ ഒരു സെറ്റ് ബട്ടൺ ഉണ്ട്. ഇത് അമർത്താണെങ്കിൽ ക്രൂയിസ് കൺട്രോൾ ആക്റ്റീവ് ആവും. ക്രൂയിസ് കൺട്രോൾ ആക്റ്റീവ് ആവുമെന്ന് പറഞ്ഞാൽ 35 കിലോമീറ്റർ സ്പീഡിന് മേലെ പോയാലാണ് ക്രൂയിസ് കൺട്രോൾ നമുക്ക് ആക്റ്റീവ് ചെയ്യാൻ പറ്റുക. അത് നമ്മളിപ്പോൾ ഓടിച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഒപ്പം ഈ ലിവറിലാണ് ഹെഡ്ലൈറ്റ് ഓണും ഓഫും പിന്നെ ഇൻഡിക്കേറ്റർ ഡിമ്മും ബ്രൈറ്റും ഈ ഒരു ലിവറിലാണ് വരുന്നത്. നമുക്കിനി ജസ്റ്റ് ഇതിന് വെച്ച് ആദ്യം ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഇതിന്റെ എഞ്ചിൻ ഭാഗം പറയുകയാണെങ്കിൽ നമുക്കിതൊരു 4 സിലിണ്ടറിൽ ഐഷറിന്റെ E474 എന്ന് പറയുന്ന ഒരു സീരീസ് എഞ്ചിനിൽ വരുന്ന 3000 cc വരുന്ന ഒരു എഞ്ചിനാണ് ഇരിക്കുന്നത്. 4 സിലിണ്ടർ 3000 cc എഞ്ചിനാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. 140 HP ഹോഴ്സ് പവറും 400 Nm ടോർക്കാണ് വാഹനത്തിന് ഇപ്പോൾ കറന്റ് വരുന്ന പവർ. നമുക്ക് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഒപ്പം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു എഞ്ചിൻ നമ്മൾ സെയിം ട്രക്കുകളിലും ഉപയോഗിക്കുന്ന ഒരു സെയിം എഞ്ചിനാണ് ഈ ബസ്സിലും നമ്മൾ കൊടുത്തിട്ടുള്ളത്. എഞ്ചിന് ഐഷർ പറയുന്ന വാറണ്ടി 4 കൊല്ലാണ്. എഞ്ചിൻ ഗിയർ ബോക്സിനും അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി പറയുന്നത്. ഹൗസിങ് പ്രൊപ്പലർ ഷാഫ്റ്റ് 2 ഇയർ ആണ് വാറണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് OBD2 ആയതിനു ശേഷം നമുക്ക് പീരിയോഡിക് സർവീസ് ഓയിൽ ചേഞ്ച് ഇൻ്റർവെൽ പറയുന്നത് 60,000 കിലോമീറ്റർ കൂടുമ്പോൾ നമുക്ക് ഓയിൽ മാറിയാൽ മതി. പിന്നെ ഹബ് ഗ്രീസിങ് കാര്യങ്ങളൊക്കെ ചേഞ്ചിങ്ങിന് ഇൻ്റർവെൽ വരുന്നത് 1 lakh കിലോമീറ്ററിലാണ് നമ്മൾ ഹബ് ഗ്രീസിങ് ചേഞ്ച് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ 1 lakh കിലോമീറ്ററിൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ഹബ് ഗ്രീസിങ്, ഹൗസിങ് ഓയിൽ, ഗിയർ ഓയിൽ ഇതൊക്കെയാണ് നമ്മൾ 1 lakhൽ ചേഞ്ച് ചെയ്യുന്നത്. നമുക്കിനി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത വണ്ടി നമുക്ക് ഓടിച്ച് കാണിച്ചു തരാം. സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇത് കൂടാതെ ഈ വണ്ടിയിൽ വേറെ 2 മോഡ്സ് വരുന്നുണ്ട്. അതായത് വണ്ടിയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഫുൾ എംറ്റി ആണ്, ആൾക്കാരും ഇല്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് മൈലേജ് കൂടുതലായിട്ട് കിട്ടാനായിട്ട് കമ്പനി 2 സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പവർ, എക്കോ പ്ലസ് എന്ന് പറഞ്ഞ സ്വിച്ചസ് ആണ്. 3 മോഡാണ്. അപ്പോൾ നമ്മൾ കമ്പനി പറയുന്നത് ഫുൾ എംറ്റി ആയിട്ട് പോവുകയാണെങ്കിൽ എക്കോ പ്ലസ് ഓൺ ചെയ്യുക. നമുക്ക് 50% മാത്രം പേലോഡാണ്. അതായത് സീറ്റിങ്ങിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് എക്കോ മോഡ് യൂസ് ചെയ്യാം. നമ്മൾ എക്കോ മോഡും എക്കോ പ്ലസും ഓൺ ചെയ്താൽ തന്നെ എക്കോ പ്ലസ് ആണ് വർക്ക് ചെയ്യുക. അതിനാൽ നമുക്ക് എക്കോ വർക്ക് ചെയ്യണമെങ്കിൽ എക്കോ പ്ലസ് ഓഫ് ചെയ്യണം. അപ്പോൾ എക്കോ മോഡിലാണ് വർക്ക് ചെയ്യുക. ഇപ്പോൾ 2 സ്വിച്ചും ഓഫ് ആണെങ്കിൽ ഈ വണ്ടി 140 ഹോഴ്സ് പവർ ആണ്. ഈ വണ്ടിയുടെ ഫുൾ പവറും ഈ എഞ്ചിൻ ഡെലിവറി ചെയ്യും. അപ്പോൾ പവർ കൂടുതൽ ഡെലിവറി ആണെങ്കിൽ മൈലേജ് നമുക്ക് കുറവായിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടാനായിട്ടാണ് കമ്പനി ഈ സ്വിച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ പലരും RPM നോക്കി ഓടിക്കേണ്ട ഡ്രൈവേഴ്സ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഈ സ്വിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ ഈ സ്വിച്ച് കൺട്രോൾ ചെയ്യുന്ന ഡീസൽ മാത്രമാണ് ഈ ഡീസൽ എഞ്ചിനിലേക്ക് ഇൻജെക്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇൻബിൽഡ് ആയിട്ടൊരു ഫാനും കമ്പനിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്വിച്ച് ഈ ഇടത് ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇന്റീരിയറിലുള്ള ലൈറ്റ്സ് ഓൺ ചെയ്യാനായിട്ടുള്ള സ്വിച്ചസ് ആണ് ഇവിടെ വരുന്നത്. നമുക്ക് നൈറ്റ് ലാമ്പ് ഒരു ബ്ലൂ കളറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ LED ബൾബുകളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടി ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്യിക്കാം. നമുക്കിപ്പോൾ ഇത് 140 HP 400 Nm ടോർക്ക് ഉള്ളതുകൊണ്ട് എംറ്റി ആയതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ഗിയറിൽ വണ്ടി എടുക്കാവുന്നതാണ്. പക്ഷേ വണ്ടിയിൽ പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ എപ്പോഴും ഫസ്റ്റ് ഗിയറിൽ, അതായത് ഗിയർ നോബിലുള്ള ഫസ്റ്റ് ഗിയറിൽ തന്നെ വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കുക. ജസ്റ്റ് ഒന്ന് മൂവ് ആയി കഴിഞ്ഞാൽ ഉടനെ സെക്കൻഡിലേക്ക് ഇടാം. പിന്നെ ഇതിൻ്റെ ക്ലച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ എയർ ക്ലച്ചാണ് വരുന്നത്. നമുക്കൊരു സ്മാർട്ട് മൂവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. നമുക്ക് ക്ലച്ചിൽ നിന്ന് ജസ്റ്റ് കാലെടുത്താൽ തന്നെ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ആവും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബ്ലോക്കുള്ളൊരു സമയത്ത് നമുക്ക് എപ്പോഴും ആക്സിലേറ്റർ കൂടെ ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരില്ല. നമുക്ക് ക്ലച്ചിൽ തന്നെ വണ്ടി മൂവ് ആവും. അതിൽ ഫുൾ ലോഡായാലും
ക്ലച്ചിൽ നിന്ന് കാലെടുത്താൽ തന്നെ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് പോവാം. ഇപ്പോൾ ഞാൻ ആക്സിഡൻറ്റ് കൊടുക്കാതെയാണ് വണ്ടി പോകുന്നത്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞ് സ്വല്പം ആക്സിഡൻറ്റ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അധികം ഒരുപാട് വലിപ്പിച്ച് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ടോർക്ക് കൂടുതലുള്ള കാരണം തന്നെ ഇപ്പോൾ നമ്മൾ തേർഡ് ഗിയറിലാണ് പോണേ. ഇപ്പോൾ ജസ്റ്റ് ഒരു 20 സ്പീഡായിട്ടുള്ളൂ. നമുക്ക് അടുത്ത ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഫോർത്ത് ഗിയറിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കണത്. ഇപ്പോൾ പഴയ ഡ്രൈവേഴ്സ് ഇപ്പോൾ ജോയിൻ്റ് അടിക്കും, അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല. അപ്പോൾ പെട്ടെന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല മൈലേജ് നമുക്ക് എടുക്കാം. വണ്ടി ടോർക്ക് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ജോയിൻ്റ് അങ്ങനെ അടിക്കുന്ന ഒരു ഇഷ്യൂ ഇതിന് വരുന്നില്ല കേട്ടോ. ഓട്ടോമാറ്റിക്കായിട്ട് ഫോർത്ത് ഗിയറിലാണ് പോണേ. വണ്ടി ഒരു 20-25 സ്പീഡുള്ളൂ.